ജനറേറ്റർ റൂം തുറന്നിട്ടിട്ടുണ്ട്. സൂക്ഷിക്കണം. പിടിക്കപ്പെട്ടാൽ സാറിന്റെ ജാമ്യത്തെ പോലും ഇത് ബാധിക്കും. എന്താടാ? സത്യം പറ, നീ ആ സീക്കേസിന്റെ ആളല്ലേ? സീക്കേസി അല്ലേ നിന്നെ ജയിലിലേക്ക് അയച്ചത്? പറ. പൗത്രനെ നിനക്കറിയാം. എവിടാ അവൻ? സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ജയിലിൽ നിന്ന് നീ ജീവനോടെ പുറത്തു പോവില്ല. സീക്കേസി അല്ലേ നിന്നെ അയച്ചേ? എവിടെയാ പൗത്രന്റെ വീട്? സത്യം പറ, ആരെയും പൗത്രൻ? അവൻ എവിടുത്തുകാരൻ? പറഞ്ഞേ പറ്റൂ. നീ കൈവിടാമനെ കൈവിടില്ല അല്ലടാ. സീക്കേസുമായിട്ട് നിനക്ക് എന്താ ബന്ധം? പവിത്രൻ എവിടെയാണെന്നും എന്താണെന്നും അവൻ എവിടെയാ താമസിക്കുന്നതെന്ന് നീ പറഞ്ഞേ പറ്റൂ. പറയാം. അവനെ വിട്ടേക്ക്. ഇത് പ്രശ്നമാവട്ടെ. ഇനി ഇവനെ വിടാൻ പറ്റില്ല എനിക്ക്. നടക്കടാ. നീ കൃത്യമായിട്ട് മറുപടി പറഞ്ഞേ പറ്റൂ സാബു. പറടാ, ആരാ നിന്നെ കൂടെ അയച്ചത്? പറഞ്ഞോ. പവിത്രനെ അറിയാവുന്ന ഞാൻ ചോദിക്കുന്നില്ല. ഉറപ്പായിട്ടും നിനക്കറിയാം അവന് വീട് എവിടെയാ? എവിടെ ചെന്നാ അവനെ എനിക്ക് കാണാൻ പറ്റും? പറടാ, പറ. എന്റെ അനിയനെ തട്ടിക്കൊണ്ടു പോയതിന് പിന്നിലും നീ ഉണ്ടോ? എങ്കിൽ അവനെ എവിടെ കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നു? പറടാ, നീ സത്യം പറഞ്ഞേ പറ്റൂ. സത്യം പറയാതെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല. കയ്യിൽ സർപ്പത്തിന്റെ ടാറ്റു പതിച്ചിരിക്കുന്ന ആ പവിത്രനെ നിനക്ക് അറിയാവോന്നോ? എനിക്ക് അറിയില്ല. നിനക്കെല്ലാം അറിയാം. എന്റെ അനിയനിപ്പോ എവിടെ ഉണ്ടെന്ന് നിനക്കറിയാം. മര്യാദയ്ക്ക് പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. അറിയില്ല, ആകെ ഗതികെട്ട് അവസ്ഥയിലാടാ ഞാൻ നിൽക്കുന്നത്. ആരെ കൊന്നിട്ടായാലും എനിക്ക് സത്യം കണ്ടെത്തിയേ പറ്റൂ. പറയടാ, പറയാൻ. സാറെ ബഹളുണ്ടാക്കല്ലേ. ഡെപ്യൂട്ടി സൂപ്രണ്ട് തൊട്ടപ്പുറത്തുണ്ട്.
നീ ഇവിടെ കിടക്കടാ. സത്യം പറയാതെ നിന്നെ വിടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ആളൊന്നൊഴിയട്ടെ, ഞാൻ ഇനിയും വരും. ആ പവിത്രൻ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിന്നെ ഏൽപ്പിച്ചിട്ട് നാളെ എത്രയായി? നീയൊക്കെ എവിടുത്തെ ഗുണ്ടയാടാ? പവിത്രനെ അറിയുമോന്ന് നിനക്ക് പരിചയമുള്ള 10 പേരോട് ചോദിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ അവനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്നേനല്ലോ. ഫോട്ടോ ഉൾപ്പെടെ ഞാൻ അയച്ചു തന്നതല്ലേ? പവിത്രൻ എന്ന പേരും അറിയാം. പിന്നെ നിനക്ക് എന്താ വേണ്ടത്? ഓ, ഇനി അതിന്റെ പേരില് അഡ്വാൻസ് ആയിട്ട് പണം എന്തെങ്കിലും വേണോ? എങ്കിൽ അതും തരാം. നേരിട്ട് കണ്ടിട്ട് എന്ത് ചെയ്യാനാ? നിനക്കെന്തെങ്കിലും തുമ്പ് കിട്ടിയോ? എങ്കിൽ അത് പറ. എങ്ങനെയായാലും പവിത്രൻ ആരാണ്, എന്താണ്, അവന്റെ വീട് എവിടെ, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയേ പറ്റൂ. ആ ശരി ശരി, കാണാം. എപ്പോ? അത് നീ പറഞ്ഞാ മതി. ഏയ്, ഇപ്പോഴെങ്ങും വരാൻ പറ്റില്ല. ഞാൻ ദേ ഇപ്പൊ വീട്ടിലേക്ക് വന്ന് കയറിയതേ ഉള്ളൂ. ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇറങ്ങാം. ഒരു കാര്യം ചെയ്യ, നീ ആ സ്റ്റേഡിയത്തിന്റെ മെയിൻ ഗേറ്റിൽ നിൽക്ക്. ഞാൻ അവിടെ വരാം. ഓക്കെ? ഒരു അരമണിക്കൂറിനുള്ളിൽ ഇറങ്ങാം. കൂടിപ്പോയാൽ 1 മണിക്കൂർ. ഇറങ്ങുമ്പോ ഞാൻ വിളിക്കാം. ശരി.